ചൂരൽമല ദുരന്തത്തിൽ ജീപ്പ് നഷ്ടപ്പെട്ട ഒരുപാട് പേർ റിപ്പോർട്ടറിലൂടെ അവരുടെ സങ്കടങ്ങൾ പങ്കുവച്ചു. ഒരുപാട് പേർ അവരുടെ സങ്കടങ്ങൾ കേൾക്കാനെത്തി. നമ്മൾ വാട്സപ്പ് ഫണ്ണീസ് കൂട്ടായ്മ പോലെ, യൂത്ത് കോൺഗ്രസ് പോലെ, ഇപ്പോൾ DYFIയും മുസ്ലിം ലീഗും എല്ലാം ഈ ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി അവരുടെ ജീപ്പ് വാങ്ങിക്കൊടുക്കുന്ന ഒരു സഹായഹസ്തവുമായി എത്തി. ചൂരൽമല ദുരന്തത്തിൽ ജീപ്പ് നഷ്ടപ്പെട്ട അനീഷിനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അനീഷിനായി DYFI വാങ്ങിയ ജീപ്പ് ഇപ്പോൾ കൈമാറുകയാണ്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് DYFI ജീപ്പ് വാങ്ങി നൽകിയത്. മേപ്പാടി നമുക്കൊപ്പം ദീപക് മോഹൻ ചേരുന്നുണ്ട്. ദീപക്, മറ്റൊരു ജീപ്പ് കൂടി നേരത്തെ യൂത്ത് കോൺഗ്രസും വാട്സപ്പ് ഫണ്ണീസ് കൂട്ടായ്മയും നിയാസിന് ജീപ്പ് വാങ്ങി നൽകി. ഇപ്പോൾ DYFI പ്രവർത്തകരും അനീഷിന് ജീപ്പ് വാങ്ങി നൽകുകയാണ്. സന്തോഷമുള്ള കാര്യമാണ്. ആരാണ് ഈ ജീപ്പ് കൈമാറുന്നത്? അനീഷിനോട് അഭിപ്രായം ചോദിക്കൂ. അനീഷും വളരെ ആശങ്കയോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. ആകെയുള്ള ജീവനോപാധിയാണ്. അത് നഷ്ടപ്പെട്ടു പോയതിലുള്ള സങ്കടം അനീഷിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനീഷിന് അല്പം ആശ്വാസമായോ എന്നുകൂടി ചോദിക്കൂ. അരുൺകുമാർ, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ട അനീഷിൻ്റെ ജീവിതകഥ നേരത്തെ നമ്മൾ റിപ്പോർട്ടർ TVയിലൂടെ വാർത്ത നൽകിയിരുന്നു. ചൂരൽമല സ്വദേശിയായ അനീഷിൻ്റെ 3 പിഞ്ചു കുഞ്ഞുങ്ങളും അമ്മയും ഒപ്പം ബന്ധുവുമാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായത്. അന്ന് ഈ അനീഷിൻ്റെ ജീവനോപാധിയായിരുന്ന ജീപ്പും നഷ്ടപ്പെട്ടു. ഇപ്പോൾ DYFIയുടെ നേതൃത്വത്തിലാണ് അനീഷിന് ജീപ്പ് നൽകുന്നത്. DYFIയുടെ സംസ്ഥാന ഭാരവാഹികളായ VK സനോജൊപ്പം V വസീഫും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ അനീഷിന് വാഹനത്തിൻ്റെ താക്കോൽ കൈമാറും. അനീഷും അനീഷിൻ്റെ ഭാര്യയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേപ്പാടി മാനിവയലിൽ വെച്ചാണ് ഈ വാഹനത്തിൻ്റെ താക്കോൽ കൈമാറുക. നേരത്തെ അനീഷ് താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. ഒപ്പം ഉറ്റവരെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അനീഷ് താമസിക്കുന്നത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി താമസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വയനാട് ജില്ലയുടെ DYFIയുടെ ഭാരവാഹികളൊപ്പം സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ ഇവിടെയുണ്ട്. അനീഷിന് ജീപ്പ് കൈമാറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ DYFIയുടെ സംസ്ഥാന ഭാരവാഹിയായ വസീഫ്, ഒപ്പം VK സനോജ്, ജില്ലാ സെക്രട്ടറി K റഫീഖ് എന്നിവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അനീഷിന് ഭാര്യയുമുണ്ട്. വാഹനം അല്പസമയത്തിനുള്ളിൽ തന്നെ കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അരുൺകുമാർ, ഇപ്പോൾ നമ്മളോടൊപ്പം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് VK സനോജ് ചേരുന്നുണ്ട്. എപ്പോഴാണ് ജീപ്പ് കൈമാറാൻ? ഇതിപ്പോൾ ഇവിടെ തന്നെ വെച്ച് ജീപ്പ് കൈമാറുകയാണ്. അനീഷിൻ്റെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനീഷിൻ്റെ വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ ആ നഷ്ടത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയായിട്ടുള്ള ജീപ്പ് കൂടി നഷ്ടപ്പെട്ടത്. അപ്പോൾ ജീപ്പ് ഓടിച്ചിട്ടുള്ള വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ജീപ്പ് പുതുതായി എടുത്തു കൊടുക്കുക എന്ന് DYFIയുടെ ജില്ലാ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഇടപെടലാണ് ഞങ്ങൾ നടത്തിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതൊരു വലിയ സഹായമാവും എന്ന് കരുതുന്നത്. ഇതുപോലെയുള്ള നിരവധി ആളുകളെ സഹായിക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇപ്പോൾ ഈ താക്കോൽ കൈമാറുകയാണ്. DYFIയുടെ ജില്ലാ ഭാരവാഹികളും ഒപ്പം സംസ്ഥാന ഭാരവാഹികളും ചേർന്ന് അനീഷിന് DYFI വാങ്ങി നൽകിയ ജീപ്പിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, സന്തോഷമുള്ള നിമിഷമാണ്. DYFIയുടെ നേതൃത്വത്തിൽ V വസീഫും VK സനോജും ചേർന്ന് അനീഷിന് ജീപ്പിന്റെ താക്കോൽ കൈമാറുന്നു. കൂടെയുണ്ട് DYFI റിപ്പോർട്ടർ ഇംപാക്ട്. ഒരാൾക്ക് കൂടി അയാളുടെ ജീവിതോപാധി തിരിച്ചു കിട്ടുകയാണ്. മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാതൃകയായി യുവജന സംഘടനകൾ. താങ്ക് യു ദീപക് മോഹൻ. ഇനി അനീഷും സനോജും ഒന്നിച്ചൊരു സവാരി. കൂടുതൽ പറയാനുള്ള DYFIനോടുള്ള നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും ഒരു ശ്രമിച്ചതിൻ്റെ എല്ലാ കാര്യത്തിനും
സംഘടനകളും ശ്രമിച്ചു. പക്ഷേ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ DYFI പ്രവർത്തകരെ ഞാൻ രാവിലെ കണ്ടിട്ട് എഴുന്നേക്കില്ല. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി DYFI പ്രവർത്തകർ എന്നെ കൂടുതലായിട്ട് നല്ലപോലെ അതായത് ഞാൻ ഇനിയും മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അനീഷിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അനീഷിൻ്റെ നഷ്ടം നികത്താനാവാത്തതാണ്. പക്ഷേ DYFI കൊണ്ട് ആകുന്ന തരത്തിലുള്ള ഒരു സഹായമാണിപ്പോൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി DYFI ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. റഫീഖ, ഇപ്പോൾ അനീഷിന് വീട് നൽകി, വളരെ ആശ്വാസപരമായിട്ടുള്ളൊരു പരിപാടിയാണ് DYFI ഭാഗത്തുനിന്ന്. എന്താ പറയുക? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ ഇത്തരം കാര്യങ്ങൾ. ആ നിലയിലാണ് DYFI ഇതിനെ കാണുന്നത്. വലിയൊരു കാര്യമായിട്ടല്ല DYFI കാണുന്നത്. പകരം നമ്മൾ അനീഷിനുണ്ടായ നഷ്ടം നമുക്കറിയാം, വലിയ നഷ്ടങ്ങളാണ്. ആ ഘട്ടത്തിൽ ഞങ്ങളാൽ കഴിയുന്ന കൈത്താങ്ങാവണമെന്നാണ് ആഗ്രഹിച്ചത്. നേരത്തെ ഈ വിഷയം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ കാര്യത്തിൽ ആ നിലയിൽ തീരുമാനം എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഇനിയും ഇതുപോലെ ഒരുപാട് പേരുണ്ട്. കഴിയാവുന്ന സഹായങ്ങൾ ഇനിയും ചെയ്യണം തന്നെയാണ് DYFI കാണുന്നത്. കഴിയാവുന്ന സഹായം ഇനിയും ചെയ്യും എന്ന ആ വാക്കിൽ, ആ പ്രതീക്ഷയിൽ അനീഷിന് പോലെ തന്നെ അവിടെ ജീവിതോപാധി നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ സഹായ പ്രവാഹം എത്തട്ടെ. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ ഇതുപോലെ സഹായമായി രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയം മറന്ന് ജീവിതോപാധി നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവർക്കും കൊടുക്കണം നമ്മളൊരു കയ്യടി.